മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പ് അട്ടിമറിച്ചു എന്ന രാഹുലിന്റെ ആരോപണം അസംബദ്ധമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. വോട്ടർമാരിൽ നിന്ന് അനുകൂലമായ വിധി ലഭിക്കാത്തതിന് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അപകീർത്തിപ്പെടുത്തരുതെന്ന് താക്കീത് നൽകി. മഹാരാഷ്ട്രയിൽ തെരഞ്ഞെടുപ്പ് അട്ടിമറിച്ചെന്നും ഇനി ബീഹാറിലും അത് സംഭവിക്കുമെന്നുമായിരുന്നു രാഹുലിന്റെ പരാമർശം. ജിഷ്ണു കൃഷ്ണൻ ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്ന്. ജിഷ്ണു, കോൺഗ്രസിന്റെ പതിവ് പല്ലവി തന്നെയാണ് ഏതൊരു തെരഞ്ഞെടുപ്പിൽ തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നാലും ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ പഴിചാരുന്ന ഒരു സാഹചര്യം എപ്പോഴും ഉണ്ടാകാറുണ്ട്. അതിനെതിരെ ഇപ്പോൾ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ രംഗത്തെത്തിയിരിക്കുകയാണ്. രാഹുലിന്റെ ആരോപണം അസംബന്ധമാണ് എന്നാണ് കമ്മീഷൻ പറയുന്നത്. ദേവിക ചൂണ്ടിക്കാട്ടിയതുപോലെ തെരഞ്ഞെടുപ്പുകളിൽ പരാജയപ്പെടുമ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും തെരഞ്ഞെടുപ്പ് നടപടികളെയും കുറ്റം പറഞ്ഞുകൊണ്ട് രക്ഷപ്പെടാൻ ഒരു വലിയ ശ്രമം എപ്പോഴും കോൺഗ്രസ് നടത്താറുണ്ട്. പക്ഷേ ഇത്തവണ കടുത്ത ഭാഷയിലാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇത്തരത്തിൽ രാഹുലിൻ്റെ ആരോപണങ്ങൾക്ക് മറുപടി നൽകിയിട്ടുള്ളത്. രാഹുലിൻ്റേത് തികച്ചും അസംബന്ധമായ പരാമർശം എന്ന് തന്നെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കിയിട്ടുള്ളത്. രാഹുലിൻ്റെ പരാമർശം പരിശോധിക്കുമ്പോൾ, അതായത് ദേശീയ മാധ്യമങ്ങൾക്ക് നൽകിയിട്ടുള്ളൊരു അഭിമുഖത്തിൽ, ലേഖനത്തിലായിരുന്നു ഇത്തരത്തിലൊരു പരാമർശം രാഹുൽ വീണ്ടും നടത്തിയത്. 2024 മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പ് അട്ടിമറിച്ചു. വോട്ടർ പട്ടികയിൽ ക്രമക്കേടുണ്ടായിരുന്നു. BJP പരാജയപ്പെടാൻ സാധ്യതകളുള്ള തെരഞ്ഞെടുപ്പുകൾ ഇത്തരത്തിൽ അട്ടിമറിക്കപ്പെടുന്നു. ഇനി ബീഹാറിലും അത് ആവർത്തിക്കും എന്ന പരാമർശമാണ് രാഹുൽ നടത്തിയത്. അതിനെയാണ് കടുത്ത ഭാഷയിലുള്ള വിമർശനം കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തിയിട്ടുള്ളത്. രാഹുലിൻ്റെ തികച്ചും അസംബന്ധമായ പ്രസ്താവനയാണ് രാഹുൽ നടത്തിയിട്ടുള്ളത്. തീർത്തും അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളാണ് എന്ന് ഈ വിഷയത്തിൽ നേരത്തെ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കിയിരുന്നു. ഈ മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം വന്നയുടൻ കോൺഗ്രസ് ഇത്തരത്തിലൊരു ആരോപണം ഉന്നയിച്ചപ്പോൾ തന്നെയും വോട്ടർ പട്ടിക ഉൾപ്പെടെ ഇതിൻ്റെ സുതാര്യമായ കാര്യങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തേക്ക് വെച്ചിരുന്നു, അല്ലെങ്കിൽ പൊതുമധ്യത്തിൽ വെച്ചിരുന്നതാണ്. വീണ്ടും ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് ശരിയല്ല. ഒപ്പം കൂട്ടിച്ചേർത്തിട്ടുള്ളത്, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ കൂട്ടിച്ചേർത്തിട്ടുള്ളത്, വോട്ടർമാർ അനുകൂലമായ നിലപാട് സ്വീകരിക്കാത്ത സമയത്ത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ, അല്ലെങ്കിൽ വോട്ടർമാർ കോൺഗ്രസിന് അനുകൂലമായിട്ടുള്ള നിലപാട് സ്വീകരിക്കാതിരിക്കുമ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അപകീർത്തിപ്പെടുത്തരുതെന്ന് വളരെ വ്യക്തമായി കമ്മീഷൻ താക്കീത് നൽകിയിട്ടുണ്ട്. നേരത്തെയും ഇത്തരത്തിൽ വിവിധ തെരഞ്ഞെടുപ്പുകൾ പരാജയപ്പെടുമ്പോൾ BJP തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ഉപയോഗിച്ച് ഈ നടപടികൾ അട്ടിമറിക്കുന്നു എന്ന പതിവ് പല്ലവി ആരോപണം കോൺഗ്രസ് എപ്പോഴും ഉന്നയിക്കാറുണ്ട്. പക്ഷേ അത് പരമോന്നത നീതിപീഠം സുപ്രീം കോടതിയിൽ പോലും ഈ വിഷയം ഉന്നയിച്ചപ്പോൾ കോടതി പോലും ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത് ഇത്തരത്തിൽ സംവിധാനങ്ങളെ, അല്ലെങ്കിൽ രാജ്യത്ത് വലിയ രീതിയിൽ മനോഹരമായി ജനാധിപത്യ വ്യവസ്ഥയിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഒരു രാജ്യമാണ്. അതുകൊണ്ട് അനാവശ്യമായിട്ടുള്ള ആരോപണങ്ങൾ ഇത്തരം സംവിധാനങ്ങൾക്കെതിരെ ഉന്നയിക്കരുത്, സംവിധാനങ്ങളെ പൂർണ്ണമായും സംശയത്തിൻ്റെ നിഴലിൽ നിർത്തരുത് എന്ന് വളരെ വ്യക്തമായി രാജ്യത്തിൻ്റെ പരമോന്നത നീതിപീഠം സുപ്രീം കോടതി പോലും ഇത്തരത്തിൽ കോൺഗ്രസിന് നിർദ്ദേശം, അല്ലെങ്കിൽ ഒരു താക്കീത് എന്നുള്ള രീതിയിൽ പ്രസ്താവനകളും നിരീക്ഷണവും സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. അതിനിടയിലാണ് വീണ്ടും ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുക്കവേ നേരത്തെ മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പ് അട്ടിമറിച്ചെന്നും ഇനി ബീഹാറിലും അട്ടിമറിക്ക് സാധ്യതയുണ്ട് എന്നൊരു പരാമർശം, അപക്വമായൊരു പരാമർശം പ്രതിപക്ഷ നേതാവ് കൂടിയായിട്ടുള്ള രാഹുലിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. അതിനാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മറുപടി നൽകിയിട്ടുള്ളത്. ഒപ്പം BJPയുടെ ഭാഗത്തു നിന്നും രൂക്ഷമായ വിമർശനം ഉന്നയിച്ചിട്ടുണ്ട്. പരീക്ഷയിൽ തോറ്റ കുട്ടിയുടെ ബാലിശമായ ആരോപണം മാത്രമാണ് രാഹുലിൻ്റേത്, അല്ലെങ്കിൽ അത്തരത്തിൽ മാത്രമേ BJP അതിനെ കാണുന്നുള്ളൂ എന്നാണ് മഹാരാഷ്ട്രയിലെയും ദേശീയ തലത്തിലെയും BJP നേതാക്കൾ രാഹുലിൻ്റെ പ്രസ്താവനയെ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്. ഈ വിഷയത്തിൽ നേരത്തെയും BJP നിലപാട് വ്യക്തമാക്കിയിരുന്നു. അതായത് വിജയിക്കുന്ന തെരഞ്ഞെടുപ്പുകൾ, നേരത്തെ കർണാടകയിലും ഹിമാചൽ പ്രദേശിലുമെല്ലാം കോൺഗ്രസ് വിജയിച്ചപ്പോൾ ഒരു പരാതിയും കോൺഗ്രസിനില്ലായിരുന്നു. എന്നാൽ ജനങ്ങൾ കോൺഗ്രസിനെ പരാജയപ്പെടുത്തുമ്പോൾ അതിൻ്റെ കുറ്റം BJPക്കും തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുന്നിൽ ഉന്നയിക്കാനാണ് രാഹുലും കോൺഗ്രസും എപ്പോഴും ശ്രമിക്കാറുള്ളത്. അതുകൊണ്ട് പരീക്ഷയിൽ തോറ്റ കുട്ടിയുടെ ബാലിശമായ ആരോപണമായി മാത്രമേ രാഹുലിൻ്റെ ഈ ആരോപണത്തെ കാണുന്നു എന്ന വിമർശനമാണ് BJP നടത്തിയതൊപ്പം അടിസ്ഥാനരഹിതമായ അസംബന്ധമായ ആരോപണമാണ് രാഹുൽ നടത്തിയതെന്നും ജനങ്ങൾ അനുകൂലമായ നിലപാട് സ്വീകരിക്കാത്തപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അപകീർത്തിപ്പെടുത്തരുതെന്ന് കമ്മീഷനും വ്യക്തമാക്കിയിട്ടുണ്ട്.